ഹലോ ഹായ് നമസ്കാരം. സഹകാരി പി എസ് സിയുടെ പുതിയൊരു PYQ സീരീസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ LGSന്റെയും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവരും തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെ പഠനത്തിൽ നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നത് കൂടി. അപ്പം നിങ്ങൾ ഈ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോ ചോദ്യ പേപ്പറും ആ ചോദ്യ പേപ്പർ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ പഠിച്ചാലും അതിൽ നിന്ന് നിങ്ങൾക്ക് 2-3 മാർക്ക് ഒരു ചോദ്യ പേപ്പറിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇന്ന് അത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലെ ഒരു ചോദ്യ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. 061/2024 കൂലി വർക്കർ മെയിൻ എക്സാമിനേഷൻ, ഒരു 10th ഗ്രേഡ് ലെവലിലുള്ള ഒരു എക്സാം ആണ്. അതിന്റെ ഒരു ചോദ്യ പേപ്പറാണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് തന്നെ കടക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നോക്കിക്കേ, ആദ്യത്തെ ചോദ്യം എന്താ? ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻ എ റെഗുലേറ്റിംഗ് ആക്ട്, ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട്, ഓപ്ഷൻ ബി പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഓപ്ഷൻ ഡി ചാർട്ടർ ആക്ട്. ഏതാണ് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം? എല്ലാവർക്കും അറിയാം അല്ലേ? ഏതാണ്? റൗലത്ത് ആക്ട് ആണ്. അതിന്റെ വർഷം ഏതാണ്? ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? 1919 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്നത്. ഏതായിരുന്നു ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്നത്? 1919 ഏപ്രിൽ 13 ഓക്കെ, ഈ ഒരു ഡേറ്റ് എല്ലാവരും ഓർത്തു വെക്കുക. ഏപ്രിൽ 13 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്നത്. ഏത് നിയമത്തിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏത് നിയമമായിരുന്നു അതിന് കാരണം? റൗലത്ത് ആക്ട് ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻവാല ബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. ആരുടെ വാക്കുകളാണിത്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ പാകിയെങ്കിൽ ജാലിയൻവാല ബാഗ് അടിത്തറ ഇളക്കി എന്ന് പറയുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. അടുത്ത ചോദ്യം നോക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്നതാണ് അടുത്ത ചോദ്യം. പൂർണ്ണ സ്വരാജ് അല്ലെ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻ എ നാഗ്പൂർ, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി അമരാവതി, ഓപ്ഷൻ ഡി ലാഹോർ. ഏത് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്? ലാഹോർ സമ്മേളനത്തിലാണ്. വർഷം ഏതാണ്? 1929 INC സമ്മേളനമായ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഓപ്ഷൻ എ ഡൽഹൌസി പ്രഭു, ഓപ്ഷൻ ബി കോൺവാലിസ് പ്രഭു, ഓപ്ഷൻ ഡി വെല്ലസ്ലി പ്രഭു, ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭു. ആരാണ് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി? ആരാണ്? കമന്റ് ചെയ്ത ഉത്തരം ആരാണ്? അതെ, കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ്, ഓപ്ഷൻ ബി അരുണ ആസിഫ് അലി, ഓപ്ഷൻ സി സരോജിനി നായിഡു, ഓപ്ഷൻ ഡി മാഡം ഭിക്കാജി ഗാമ. ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത്? സരോജിനി നായിഡു ആണ്. ആരാണടാ? സരോജിനി നായിഡു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയുടെ വാനമ്പാടി എന്നൊക്കെ അറിയപ്പെടുന്ന സരോജിനി നായിഡു ആണ്. അടുത്ത ചോദ്യം നോക്കുക. ആറാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഏത് അവകാശമാണ് അനുച്ഛേദം 19 ഉൾക്കൊള്ളുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കേ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, ഓപ്ഷൻ സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ ഡി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിൽ ഏതാണടാ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? പറഞ്ഞേ. അനുച്ഛേദം 19 ഏതാണ് ഉൾക്കൊള്ളുന്നത്? ഏത് കാര്യമാണ് ഈ താഴെ പറയുന്നവയിൽ ഉൾക്കൊള്ളുന്നത്? അതെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് അനുച്ഛേദം 19 പ്രതിപാദിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിക്കേ.
ഏഴാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 29-ാം ഭേദഗതി, ഓപ്ഷൻ ബി 25-ാം ഭേദഗതി, ഓപ്ഷൻ സി 42-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 44-ാം ഭേദഗതി. ഏതാണെടാ? PSC ഏത് ചോദ്യ പേപ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ചോദ്യം അതിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ ചോദ്യത്തിനുള്ളത്. 44-ാം ഭേദഗതി അല്ലേ? കറക്റ്റാ. 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്നിട്ട് ഏത് ഭാഗത്തിലാണ് ഇപ്പോൾ ഈ ഒരു സ്വത്തവകാശം നിലകൊള്ളുന്നത് ഭരണഘടനയിലെ? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. ഏതിലാണടാ? പാർട്ട് 12 അല്ലെങ്കിൽ ഭാഗം 12-ലാണ് ഇപ്പോൾ സ്വത്തവകാശം ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഒരു നിയമപരമായിട്ടുള്ള അവകാശമാണ് സ്വത്തവകാശം എന്ന് പറയുന്നത്. അനുച്ഛേദം ഏതാണ്? 300A അല്ലേ? 300Aയിലാണ് ഇപ്പൊ എന്തിനെ കുറിച്ച് പരാമർശിക്കുന്നത്? സ്വത്തവകാശത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. ഇപ്പൊ അത് നിയമപരമായിട്ടുള്ള അവകാശമാണ്, മൗലിക അവകാശമല്ല. ഭാഗം 12-ലെ 300A ആർട്ടിക്കിളിലാണ് സ്വത്തവകാശം ഇപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. 44-ാം ഭേദഗതിയിലൂടെയാണ് ഇത് നീക്കം ചെയ്തത് എന്നുകൂടി ഇവിടെ ഓർക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് എന്നതാണ് ചോദ്യം. ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം. അമേരിക്ക, ഓപ്ഷൻ ബി ഫ്രാൻസ്, അതുപോലെ ഓപ്ഷൻ സി കാനഡ എന്ന് തന്നിട്ടുണ്ട്, പിന്നെ സോവിയറ്റ് യൂണിയനും തന്നിട്ടുണ്ട്. മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്ക, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ സ്വീകരിച്ചത്. ഓക്കെ ആണല്ലോടാ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കിക്കേ. 9-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976-ൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏത് എന്നാണ് ചോദ്യം. ഇതൊക്കെ നിങ്ങൾ എത്രത്തോളം PYQs നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നു അതിലെല്ലാം ഈ ഒരു ചോദ്യം കാണാനായിട്ട് പറ്റും. പറഞ്ഞേ, മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976-ൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏത്? ഓപ്ഷൻ എ എന്താണ്? രാജമന്നാർ കമ്മിറ്റി, ഓപ്ഷൻ ബി പുഞ്ചി കമ്മിറ്റി, ഓപ്ഷൻ സി മൽഹോത്ര കമ്മിറ്റി, ഓപ്ഷൻ ഡി സ്വരൺ സിംഗ് കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ്? പറഞ്ഞേ. അതെ, ഏതാണടാ? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976-ൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി രാഷ്ട്രപതി, ഓപ്ഷൻ സി ഉപരാഷ്ട്രപതി, അതുപോലെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? കമന്റ് ചെയ്തേ. ആരാണ്? രാഷ്ട്രപതിയാണ്. ശരിയാണ്, രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: 1947-ൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? 1947-ലെ ഐക്യ കേരള കൺവെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് 1947-ലെ ഐക്യ കേരള കൺവെൻഷൻ നടന്നത്? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി മലപ്പുറം. എവിടെയാണ് ഐക്യ കേരള കൺവെൻഷൻ 1947-ൽ നടന്നത്? തൃശ്ശൂരാണ്. 1947-ലെ ഐക്യ കേരള കൺവെൻഷൻ നടന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഇതുപോലുള്ള സംഘടനകൾ PSC ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അത് വിട്ട് കളയരുത്, അതും കൂടി പഠിക്കണം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് തന്നെ PSC ചോദിക്കുന്നതാണ്. അപ്പൊ PYQs വർക്ക്ഔട്ട് ചെയ്താൽ തന്നെയും ഈ ഒരു മാർക്കൊന്നും നിങ്ങൾക്ക് പോകത്തില്ല. അപ്പോൾ നോക്കുക, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമത്വ സമാജം. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. ആരാണടാ സമത്വ സമാജം സ്ഥാപിച്ചത്? ആരാണ് സമത്വ സമാജം സ്ഥാപിച്ച പരിഷ്കർത്താവ്? ആരാണ്?
വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ഓക്കെ ആണോ? അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യമാണ്, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഓപ്ഷൻ എ മലബാർ കലാപം, ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ സി കുറിച്യ കലാപം, ഓപ്ഷൻ ഡി മുണ്ട കലാപം. ഏതാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത്? മലബാർ കലാപമാണോ, ആറ്റിങ്ങൽ കലാപമാണോ, കുറിച്യ കലാപം, മുണ്ട കലാപം? ഇതിലേതാണ് ആദ്യത്തെ സംഘടിത കലാപം? അതെ, ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഈ ഒരു ചോദ്യം PSC എത്ര തവണ ആവർത്തിച്ചു ചോദിച്ചിട്ടുണ്ടെന്ന് PSCക്ക് തന്നെ ധാരണ കാണില്ല. അത്രത്തോളം ആവർത്തന സ്വഭാവമുള്ള ഒരു ചോദ്യമാണിത്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? 1.25 കോടി മലയാളികൾ. ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നു കാണും. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി. ഓപ്ഷൻ എ പട്ടം താണുപിള്ള, ഓപ്ഷൻ ബി സി അച്യുതമേനോൻ, ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്, അതുപോലെ ഓപ്ഷൻ ഡി PK വാസുദേവൻ നായർ. ആരാണ് 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി? അതെ, ശരിയാണ്. ഓപ്ഷൻ സി ആയ EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കിയേ. 15ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂർ ഭരണാധികാരി. ഓപ്ഷൻ എ ഗൗരി പാർവതി ഭായ്, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി ശ്രീമൂലം തിരുനാൾ, ഓപ്ഷൻ ഡി ഗൗരി ലക്ഷ്മി ഭായ്. ആരാണ് 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ്? ഓപ്ഷൻ എ ഗൗരി പാർവതി ഭായ്. ആരാണ്? ഗൗരി പാർവതി ഭായ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കോഡ് പോലെ പ്രാഥമിക വിദ്യാഭ്യാസം അപ്പോൾ പാർവതി ഭായ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. അതുപോലെ ഓപ്ഷൻ ബി G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. അതുപോലെ ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് 1998 G20 രൂപീകരിക്കപ്പെട്ടത്. ഡി ഓപ്ഷനിൽ പറയുന്നത് എല്ലാ വർഷവും G20 നടത്താറുണ്ട്. അപ്പൊ ഇവിടെ ഏതാണടാ ഉത്തരമായിട്ട് വരുന്നത്? G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല എന്ന് പറയുന്നതും ശരി തന്നെയാണ്. 1998 G20 രൂപീകരിക്കപ്പെട്ടത് എന്ന് പറയുന്നത് തെറ്റാണ്. 1999 G20 രൂപീകരിച്ചത്, 98 എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട് എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഓക്കെ ആണല്ലോ? ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 1998 G20 രൂപീകരിക്കപ്പെട്ടത് എന്നതാണ് ഇവിടുത്തെ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ എ ആയിട്ട് തിരുവനന്തപുരം തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി കണ്ണൂർ തന്നിട്ടുണ്ട്, ഓപ്ഷൻ സി കാസർഗോഡ്, അതുപോലെ ഓപ്ഷൻ ഡി കോഴിക്കോട് എന്ന് തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അതെ, ഏതാണടാ? കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫസൽ അലി, ഓപ്ഷൻ ബി പോട്ടി ശ്രീരാമലു, ഓപ്ഷൻ സി KM പണിക്കർ, ഓപ്ഷൻ ഡി HN കുൻസ്രു. ഇതിലാരാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി എന്ന് പറയുന്നത് പോട്ടി ശ്രീരാമലു ആണ്. ഈ ഒരു സംഘടനയിൽ അല്ലെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്?
ഫസൽ അലി, അതുപോലെ തന്നെ KM പണിക്കരും HN കുൻസ്രുവുമാണ് ഇതിൽ ഉൾപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഇതും PSC യുടെ ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇതിന്റെ ഉത്തരം കിട്ടിയല്ലോ. ഈ 3 വ്യക്തികളെ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ 4ാമത് വരുന്ന വ്യക്തി ഈ ഒരു പുനർസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്തതാണ്. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു എന്ന് പറയുന്നത് പുനർസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ചേരിചേരാ നയം, 2 സമാധാനപരമായ സഹവർത്തിത്വം, 3 ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, 4 സ്വാശ്രയത്വം എന്നിങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞേ, ഏതാണ് ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം എന്നിവയെല്ലാം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഇന്ത്യയുടെ പ്രധാന തത്വങ്ങളിൽ, വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ചേരിചേരാ നയം, അതുപോലെ സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. എന്നാൽ സ്വാശ്രയത്വം അതിൽ ഉൾപ്പെടുന്നതല്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത്? ഉൾപ്പെടുന്നത് 1, 2, 3 അത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സിയിലാണ്. 1, 2, 3 ഉത്തരമായി വരുന്നത് ഏതിലാണ്? ഓപ്ഷൻ സിയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് 2ാം ലോക മഹായുദ്ധവുമായി? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചോദ്യം കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാം രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ എയിൽ പറയുന്നുണ്ട് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഓപ്ഷൻ ബി ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ഓപ്ഷൻ സിയില് ജർമ്മനി, ഇറ്റലി, തുർക്കി. അതുപോലെ ഓപ്ഷൻ ഡിയില് ജർമ്മനി, തുർക്കി, ഓസ്ട്രിയ, ഹംഗറി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏതാണ് അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ആണ്. ഈ 3 രാജ്യങ്ങളാണ് അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി കൊറിയ, ഓപ്ഷൻ ഡി ബ്രിട്ടൻ. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് അല്ലെങ്കിൽ സ്വീകരിച്ചത് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ ആണ് അല്ലേ? 21ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? സോവിയറ്റ് യൂണിയൻ ആണ്. അല്ലെങ്കിൽ ഇതിനെ റഷ്യ എന്നോ USSR എന്നൊക്കെ ആയിരിക്കാം നമ്മുടെ ഓപ്ഷനിൽ വരുന്നത്. റഷ്യ അല്ലെങ്കിൽ USSR എന്നൊക്കെ PSC മാറ്റി മാറ്റി ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? സോവിയറ്റ് യൂണിയൻ ആണ്. ഇനി അടുത്ത് നോക്കിക്കേ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ പറയുന്നത് ഹോമി ജഹാംഗീർ ഭാഭ, ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം, ഓപ്ഷൻ സി വിക്രം സാരാഭായ്, ഓപ്ഷൻ ഡി ഡോക്ടർ രാജ രാമണ്ണ. ആരാണടാ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി? നമുക്ക് ഇതിൽ ഓപ്ഷൻസിന്റെ പോലും ആവശ്യമില്ല അല്ലേ? ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ടെസ്സി തോമസ് ആണ് അല്ലെ? ഡോക്ടർ ടെസ്സി തോമസ് ആണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഡോക്ടർ ടെസ്സി തോമസ്. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണിത്. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ഓപ്ഷൻ എ ജെസിക്ക കോക്സ്, ഓപ്ഷൻ ബി ജിലിമോൾ മാരിയറ്റ് തോമസ്, ഓപ്ഷൻ സി ശീതൽ ദേവി, ഓപ്ഷൻ ഡി സരള താത്രകൾ. ആരാണ്? ഓപ്ഷൻ എ ജെസിക്ക കോക്സ്, ഓപ്ഷൻ ബി ജിലിമോൾ മാരിയറ്റ് തോമസ്, ഓപ്ഷൻ സി ശീതൽ ദേവി, ഓപ്ഷൻ ഡി സരള താക്രൽ. ആരാണ്? ജിലിമോൾ മാരിയറ്റ് തോമസിനാണ്
ഏഷ്യയിൽ ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത? ഇവിടുത്തെ പ്രത്യേകത എന്താണ്? കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലിമോൾ മാരിയറ്റ് തോമസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ടീമിനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാൻ. അപ്പൊ ഏത് രാജ്യത്തെ ടീമിനെയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ പരാജയപ്പെടുത്തിയത്? നമുക്കറിയാം അല്ലെ, ഓപ്ഷൻ ബി ശ്രീലങ്കയാണ്. ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ഫാക്ട് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓപ്ഷൻ ബി ശ്രീലങ്കയാണ് എന്ത് ചെയ്തത്? ഇന്ത്യ തോൽപ്പിച്ചത്, അല്ലെങ്കിൽ 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ശ്രീലങ്ക എന്ന രാജ്യത്തെ ആണ് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 25ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? അതായത് ലോകരാജ്യങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ സൈസിന്റെ അടിസ്ഥാനത്തിൽ, വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞേ, 5ാം സ്ഥാനമാണോ, 6ാം സ്ഥാനമാണോ, അതോ 7ാം സ്ഥാനമാണോ, അതോ 8ാം സ്ഥാനമാണോ? ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനത്താണ് വലിപ്പത്തിൽ ഇന്ത്യ വരുന്നത്. ഓക്കെ, വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളെ വെച്ച് അപേക്ഷിക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 7ാമതാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് എന്താണ്? കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് എന്ന് പറയുന്നത്? വീണ ജോർജ് ആണോ, അതോ MP രാജേഷ് ആണോ, ഓപ്ഷൻ സി ആന്റണി രാജു, ഓപ്ഷൻ ഡി സജി ചെറിയാൻ? ഇതിൽ ആരാണ് കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് പറയുന്നത്? സജി ചെറിയാനാണ് ഇപ്പോൾ കേരള മത്സ്യബന്ധന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിക്കേ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേരെന്താണ്? ഓക്കെ, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്കിക്കേ, ആറളം വന്യജീവി സങ്കേതം, ഓപ്ഷൻ ബി ചിന്നാർ വന്യജീവി സങ്കേതം, ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം, ഓപ്ഷൻ ഡി പേപ്പാറ വന്യജീവി സങ്കേതം. ഇതിൽ ഏത് സങ്കേതമാണ് കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര്? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. ഇതാണ് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് വയനാടിന്റെ അതിർത്തിയിലെ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി ഇന്ത്യ. ഏത് രാജ്യത്താണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്? 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള GK ഫാക്ട്സുകളാണ്. ഇതെല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. PSC ഇതൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ കാണുന്നത് കൊണ്ടും ഇതൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവത്തില്ല. ഉറപ്പായിട്ടും വരുന്ന പരീക്ഷയിൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് 101% ഉറപ്പാണ്. നിങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഇതെന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്തായിരുന്നു? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഭാരതപ്പുഴയാണോ, പമ്പാറാണോ, അതോ പെരിയാറാണോ, ഭവാനിയാണോ? ഇതിൽ ഏറ്റവും കൂടുതൽ നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. ഇതിന് നമുക്ക് ഓപ്ഷൻസ് പോലും വേണ്ട അല്ലെ? അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? SCERT ബുക്സിൽ ഈ ഒരു ചോദ്യമൊക്കെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അവിടെ നിന്നാണ് PSC ഈ ചോദ്യം എടുത്തോണ്ട് വരുന്നത്. അപ്പൊ നോക്കിക്കേ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്?
ഉത്തര പർവ്വത മേഖലയാണോ അതോ ഉപദ്വീപീയ പീഠഭൂമിയാണോ ഉത്തര മഹാസമതലമാണോ തീരസമതലമാണോ? ഏതാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്? ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര. ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇതും PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ബി ശാസ്താംകോട്ട, ഓപ്ഷൻ സി വെള്ളായണി, ഓപ്ഷൻ ഡി പരവൂർ. ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ടയാണ് അല്ലെ. ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇനി അടുത്ത ചോദ്യം നോക്കുക. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? എത്ര ജില്ലകളിലാണ് കടൽ തീരമുള്ളത്? പറഞ്ഞേ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ ബി 5. എത്രയാണ്? എത്ര ജില്ലകളിലാണ് കടൽ തീരമുള്ളത്? അതെ, 9 ജില്ലകളിലാണ് അല്ലെ. 9 ജില്ലകളിലാണ് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ എന്ന് പറയുന്നത്. 9 എണ്ണം ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 33ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ എ ടിബറ്റ് പീഠഭൂമി, ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഓപ്ഷൻ സി ഡക്കാൻ പീഠഭൂമി, ഓപ്ഷൻ ഡി മാൾവ പീഠഭൂമി. ഏതാണടാ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഏതാണ്? അതെ, ഓപ്ഷൻ സി ആയിട്ടുള്ള ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഏത് നദിയിലാണ് പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ, ഓപ്ഷൻ ബി നെയ്യാർ, ഓപ്ഷൻ സി ഭാരതപ്പുഴ, അതുപോലെ ഓപ്ഷൻ ഡി പമ്പ. ഏത് നദിയിലാണ് ജലവൈദ്യുത പദ്ധതിയായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി പമ്പ നദിയിലാണ് അല്ലെ. ഓപ്ഷൻ ഡി പമ്പ നദിയിലാണ് പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റം. ഓപ്ഷൻ എ സിയാച്ചിൻ, ഓപ്ഷൻ ബി ഇന്ദിര കോൾ, ഓപ്ഷൻ സി ഇന്ദിര പോയിന്റ്, ഓപ്ഷൻ ഡി റാൻ ഓഫ് കച്ച്. ഏതാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ സൗത്ത് പോയിന്റ് ആണ് ചോദിക്കുന്നത്. അത് ഏതാണടാ? അതെ, ഏതാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ വടക്കേ അറ്റമാണെങ്കിലോ ഏതാണ്? ഇന്ദിര കോൾ ആണ് അല്ലെ. വടക്കേ അറ്റം മുകളിലോട്ട് പോകുന്നതോറും തണുപ്പാണല്ലേ ജമ്മുവിലൊക്കെ. അപ്പൊ അതുകൊണ്ട് അവിടെ കോളാണ്, കോൾഡ് ആണ് എന്നൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. അപ്പൊ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ്. ഇനി അടുത്ത നോക്കിക്കേ, 36ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ഓപ്ഷൻ എ തന്നിട്ടുള്ളത് കോട്ടയം എന്നാണ്, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി ആലപ്പുഴ. അപ്പൊ പറഞ്ഞേ, ഏത് ജില്ലയാണ് ഏറ്റവും ചെറിയ ജില്ല കേരളത്തിലെ? അതെ, ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ബി അഷ്ടമുടിക്കായൽ, ഓപ്ഷൻ സി പുന്നമടക്കായൽ, ഓപ്ഷൻ ഡി ശാസ്താംകോട്ട കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? നമ്മുടെ വേമ്പനാട്ട് കായലാണോ, അഷ്ടമുടിയാണോ, പുന്നമടക്കായലാണോ, ശാസ്താംകോട്ട കായലാണോ? അതെ, ഏതാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇത് പഠിച്ചു വെക്കാനായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. നമ്മുടെ പുന്നാര നെഹ്റു അല്ലെ, പുന്നാര നെഹ്റു എന്നൊക്കെ ഓർത്തു വെക്കുക. നെഹ്റു ട്രോഫി വള്ളംകളി ഇപ്പൊ ഏതാണ്? പുന്നമട കായൽ നെഹ്റു ട്രോഫി വള്ളംകളി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. ഓപ്ഷൻ എ 951, ഓപ്ഷൻ ബി 941, ഓപ്ഷൻ സി 961, ഓപ്ഷൻ ഡി 971. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്?
പറഞ്ഞേ, എത്രയാണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? അതെ, ഓപ്ഷൻ ബി ആയിട്ടുള്ള 941 കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? 941. അടുത്ത ചോദ്യം നോക്കാം. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ എസ് മണികുമാർ, ഓപ്ഷൻ ബി എസ് വി ഭട്ടി, ഓപ്ഷൻ സി എ ജെ ദേശായി, ഓപ്ഷൻ ഡി വൈ ചന്ദ്രചൂഡ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഇതൊരു 2024 നടന്ന ചോദ്യ പേപ്പർ ആണ്. അപ്പൊ ഇതിൽ നമ്മുടെ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? പറഞ്ഞേ. നിതിൻ മധുകർ ജാംദാർ. നിതിൻ മധുകർ ജാംദാർ ആണ്. നിതിൻ മധുകർ ജാംദാർ ആണ് നിലവിലെ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ്? നിതിൻ മധുകർ ജാംദാർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചീഫ് ജസ്റ്റിസ് എന്ന് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ കണ്ണിലോട്ട് പോകുന്നത് DY ചന്ദ്രചൂഡ് ആയിരിക്കും. അന്നത്തെ ആ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കരുത്. കേരള ഹൈക്കോടതി എന്നിവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ തരുന്നത്. അപ്പൊ അത് തെറ്റിപ്പോവരുത്. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? നിതിൻ മധുകർ ജാംദാർ ആണ് ഇപ്പോ നിലവിൽ, കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം നോക്കിക്കേ. 40ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? പാലക്കാട് ജില്ലയിലെ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനമേഖല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ എ ഇരവികുളം, ഓപ്ഷൻ ബി സൈലന്റ് വാലി, ഓപ്ഷൻ സി മതികെട്ടാൻചോല, ഓപ്ഷൻ ഡി ആനമുടിച്ചോല. ഏതാണടാ? പറഞ്ഞേ. അതെ, ഓപ്ഷൻ ബി സൈലന്റ് വാലി ആണ് പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 41ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളമാണോ? ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ ഡി ത്രിപുര. അപ്പൊ പറഞ്ഞേ, ഏത് സംസ്ഥാനത്തിലാണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആയിട്ടുള്ള മേഘാലയയാണ്. മേഘാലയയിലാണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? ഇതും ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ്? 1963, ഓപ്ഷൻ ബി 1953, ഓപ്ഷൻ സി 1973, ഓപ്ഷൻ ഡി 1983. പറഞ്ഞേ, ഏത് വർഷമാണ് കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത്? 1973 ആണ്. 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത്. അടുത്ത നോക്കിക്കേ. 43ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? നിലവിലെ ഉപരാഷ്ട്രപതി എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വെങ്കയ്യ നായിഡു, ഓപ്ഷൻ ബി ജഗദീപ് ധൻകർ, അതുപോലെ ഓപ്ഷൻ സി ദ്രൗപദി മുർമു, ഓപ്ഷൻ ഡി രാംനാഥ് കോവിന്ദ്. ആരാണ്? 43ാമത്തെ ചോദ്യം. പറഞ്ഞേ ആൻസർ. വെങ്കയ്യ നായിഡു ആണോ, ജഗദീപ് ധൻകർ ആണോ, ദ്രൗപദി മുർമു ആണോ, അതോ രാംനാഥ് കോവിന്ദ് ആണോ? രാംനാഥ് കോവിന്ദ്. ആരാണ്? അതെ, ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആയിട്ടുള്ള ജഗദീപ് ധൻകർ ആണ് ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ ആണ്. ഇനി 44ാമത്തെ ചോദ്യം നോക്കുക. ചാന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇസ്രോ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാന്ദ്രയാൻ 3നെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച്, അതായത് ഇസ്രോ വിക്ഷേപിച്ചത് അല്ലാത്തത് ഏതിലാണ്? ചാന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യ വിക്ഷേപിച്ചത് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ ലാൻഡർ, ഓപ്ഷൻ ബി റോവർ, ഓപ്ഷൻ സി ഓർബിറ്റർ, ഓപ്ഷൻ ഡി പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഏതാണ്? ലാൻഡർ ആണോ, റോവർ ആണോ, ഓർബിറ്റർ ആണോ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ആണോ? അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായതല്ല. അപ്പൊ ഏതാണ്?
ഓർബിറ്റർ ആണ് അല്ലേ. ലാൻഡറും റോവറും പ്രൊപ്പൽഷൻ മൊഡ്യൂളും ഒക്കെ ചാന്ദ്രയാൻ 3യിലൂടെ ഇസ്രോ വിക്ഷേപിച്ചത് തന്നെയാണ്. ഓർബിറ്റർ എന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 45ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിന്റെ ചിത്രം ഏത്? അമൃത ഷേർഗിലിന്റെ ചിത്രം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗ്രാമീണ ചെണ്ടക്കാരൻ, ഓപ്ഷൻ ബി ഭാരതമാത, ഓപ്ഷൻ സി സതി, ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. പറഞ്ഞേ, അമൃത ഷേർഗിലിന്റെ ചിത്രം ഇതിൽ ഏതാണ്? ഗ്രാമീണ ചെണ്ടക്കാരനാണോ, ഗ്രാമീണ ജീവിതമാണോ, ഭാരതമാതയാണോ, സതിയാണോ? ഇതിലേതാണ് അമൃത ഷേർഗിലിന്റെ ചിത്രം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെ, ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഗ്രാമീണ ജീവിതമാണ് അമൃത ഷേർഗിലിന്റെ ചിത്രം എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? അറിയുന്നവർ കമന്റ് ചെയ്യുക. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെയാണ്? നന്ദലാൽ ബോസ് അല്ലെ. നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഏതെന്ന് പറയുന്നത്? ഗ്രാമീണ ചെണ്ടക്കാരൻ. ഓക്കെ, ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടേതാണ്? നന്ദലാൽ ബോസ്. അപ്പൊ ഭാരതമാതയാണെങ്കിലോ, ഭാരതമാത ആരുടേതാണ്? ആരുടെ ചിത്രമാണ്? അബനീന്ദ്രനാഥ ടാഗോർ. അബനീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് ഏതെന്ന് പറയുന്നത്? ഭാരതമാത. അബനീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് ഭാരതമാത എന്ന് പറയുന്നത്. അപ്പൊ സതി ആരുടെ ചിത്രമാണ്? സതി വരച്ചത് ആരാണ്? സതിയും നന്ദലാൽ ബോസ് ആണ്. ഓക്കെ, നന്ദലാൽ ബോസ് ആണ് സതി എന്ന ചിത്രവും വരച്ചിരിക്കുന്നത്. നന്ദലാൽ ബോസ്. അപ്പൊ അമൃത ഷേർഗിലിന്റെ ചിത്രം ഏതായിരുന്നു? ഗ്രാമീണ ജീവിതവും ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്നത് നന്ദലാൽ ബോസിൻ്റെതാണ്. അതുപോലെ സതിയും ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസിൻ്റെതാണ്. ഭാരതമാത ആരുടെയാണ്? അബനീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത ചോദ്യം നോക്കിക്കേ. ചരക്ക് സേവന നികുതി എന്നാണ് നിലവിൽ വന്നത്? അതായത് GST നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. GST എന്നാണ് GST നിലവിൽ വന്നത്? ജൂൺ 1, 2017, ജൂലൈ 1, 2017, ഏപ്രിൽ 1, 2017, ജൂലൈ 1, 2015. ഇവിടെ നമുക്കറിയാം അല്ലെ എന്നാണ് GST നിലവിൽ വന്നത്? ജൂലൈ 1, 2017 GST നിലവിൽ വന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ, ഓപ്ഷൻ സി പ്രേംചന്ദ്, ഓപ്ഷൻ ഡി സുബ്രഹ്മണ്യ ഭാരതി. ഇത് നമ്മുടെ SCRT ഉണ്ട്. അപ്പൊ നിങ്ങൾ SCRT നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലിൽ തന്നെ SCRT സീരീസ്, പുതിയ SCRT സീരീസ് നടക്കുന്നുണ്ട്. പുതിയ മാറ്റം വന്നിട്ടുണ്ട് പഴയ SCRTയിൽ നിന്നും. അപ്പൊ അതിൻ്റെയൊക്കെ ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും SCRT വരുന്നുണ്ട്. നിങ്ങൾ അതും കൂടെ ഇതിനോടൊപ്പം തന്നെ കണ്ടുപോവുക. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ ദിവസവും SCRT കണ്ടന്റ്സ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും കൂടി, ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണോ, മുഹമ്മദ് ഇക്ബാൽ, പ്രേംചന്ദ്, സുബ്രഹ്മണ്യ ഭാരതി? ആരാണ്? ഗോദാൻ എന്ന കൃതി രചിച്ചത് പ്രേംചന്ദ് ആണ്. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? പ്രേംചന്ദ് ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 48ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? കണ്ടോ, ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത് ഏത് ഭൂഖണ്ഡത്തെയാണ്? ഏഷ്യ, യൂറോപ്പ്, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക എന്ന് തന്നിട്ടുണ്ട്. ഏതാണ്? പറഞ്ഞേ, ഏത് ഭൂഖണ്ഡത്തെയാണ് മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത്? അതെ, ഓപ്ഷൻ എ ആണല്ലേ. ഏഷ്യയാണ് മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തെയാണ് മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള നിറം കൂടി നമുക്ക് നോക്കിയാലോ. ഏതൊക്കെ നിറങ്ങളാണുള്ളത്? യെല്ലോ ഉണ്ട്, അതിപ്പോൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ബ്ലൂ ഉണ്ട്. പിന്നെ ഏതാണ് ഉള്ളത്? റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അതുപോലെ ഗ്രീൻ കളറും ഉണ്ട് അല്ലേ. ഇനി ഇത് ഓരോന്നും ഏതൊക്കെ ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞേ. യെല്ലോ നമ്മൾ പറഞ്ഞു ഏഷ്യയാണ്. അപ്പൊ ബ്ലൂ നിറം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? യൂറോപ്പ് അല്ലേ. യൂറോപ്പിനെ സൂചിപ്പിക്കുന്നതാണ് ബ്ലൂ. അപ്പൊ റെഡ് സൂചിപ്പിക്കുന്നത് ഏതിനെയാണ്? അമേരിക്കയാണ് റെഡ് നിറം സൂചിപ്പിക്കുന്നത്. ബ്ലാക്ക് ആണെങ്കിലോ ആഫ്രിക്ക ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഗ്രീൻ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓസ്ട്രേലിയ.
ഓസ്ട്രേലിയയെ സൂചിപ്പിക്കുന്നതാണ് ഗ്രീൻ കളർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് മറന്നു പോകണ്ട. ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബാക്കിയുള്ള നിറങ്ങൾ കൂടി പഠിച്ചു വെക്കുക. യെല്ലോ സൂചിപ്പിക്കുന്നത് ഏഷ്യയാണ്, ബ്ലൂ ആണെങ്കിലോ യൂറോപ്പ് ആണ്, റെഡ് അമേരിക്ക, അതുപോലെ ബ്ലാക്ക് നിറം സൂചിപ്പിക്കുന്നത് ആഫ്രിക്ക ഭൂഖണ്ഡത്തെയും ഗ്രീൻ നിറം സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയ ആണെന്ന് കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 49ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് വർഷമായിരുന്നു? 2021 അത് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പറഞ്ഞേ. ഓപ്ഷൻ എ ഇന്ദ്രൻ, ഓപ്ഷൻ ബി രൺവീർ സിംഗ്, ഓപ്ഷൻ സി സൂര്യ, ഓപ്ഷൻ ഡി അല്ലു അർജുൻ. ആരെയാണ് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്? 49ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞേ. ആരാണ്? അല്ലു അർജുൻ ആണ് അല്ലെ. അല്ലു അർജുനെയാണ് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച ദേശീയ പുരസ്കാരം ഏതാണ്? 71ാമത്തെ നാഷണൽ അവാർഡാണ് അല്ലെ. നാഷണൽ അവാർഡാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അതിൽ മികച്ച നടൻ ആരായിരുന്നു? മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണ്? 2 പേരുണ്ടായിരുന്നു അല്ലെ. ഷാറൂഖ് ഖാനും അതുപോലെ തന്നെ ആരാണ്? അതുപോലെ വിക്രന്ത് മാസെ. ഇവർ 2 പേരെയുമാണ് 71ാമത് ദേശീയ പുരസ്കാരത്തിൽ, അതായത് 2023 സിനിമകൾക്കാണ് ഈ ഒരു 71ാമത്തെ ദേശീയ പുരസ്കാരം നൽകിയത്. 2023 സിനിമകൾക്കാണ്. അപ്പൊ മികച്ച നടൻ ഷാറൂഖ് ഖാനും വിക്രന്ത് മാസയായിരുന്നു. ഷാറൂഖ് ഖാന്റെ മൂവി ഏതായിരുന്നു? ജവാൻ എന്ന് പറയുന്ന മൂവിയായിരുന്നു. അതുപോലെ വിക്രന്ത് മാസയുടേത് ഏത് മൂവിയായിരുന്നു? 12th ഫെയിൽ അല്ലേ. നമുക്കൊക്കെ ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു സിനിമ പോലെ തന്നെ ഉണ്ടായിരുന്നു 12th ഫെയിൽ. വളരെ നല്ലൊരു സിനിമയായിരുന്നു 12th ഫെയിൽ. അതിനു വേണ്ടിയിട്ട് മികച്ച നടനായിട്ട് വിക്രന്ത് മാസയ്ക്ക് നാഷണൽ അവാർഡ് ലഭിച്ചു. 71ാമത്തെ നാഷണൽ അവാർഡായിരുന്നു അത്. അപ്പൊ ആക്ട്രസ് ആരായിരുന്നു? മികച്ച നടി ആരായിരുന്നു? 2023 കൊടുത്ത, അതായത് ആ സിനിമകൾ 2023 സിനിമകൾക്കാണ് 71ാമത് ദേശീയ പുരസ്കാരം നൽകിയത്. അതിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 71ാമത് ദേശീയ പുരസ്കാരം കൊടുത്തപ്പോൾ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത് റാണി മുഖർജിയെയാണ്. റാണി മുഖർജി ആയിരുന്നു മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏത് സിനിമയ്ക്കായിരുന്നു? ഏത് സിനിമയാണ്? മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിനായിരുന്നു നമ്മുടെ റാണി മുഖർജിക്ക് ലഭിച്ചത് കേട്ടോ. റാണി മുഖർജി മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത് മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ ആയിരുന്നു. അപ്പൊ ഇതും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. അതോടൊപ്പം 70ാമത്തെ ദേശീയ പുരസ്കാരം കൂടി ഇതിനോടൊപ്പം ഓർക്കുക. 70ാമത്തെ ദേശീയ പുരസ്കാരത്തിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഋഷഭ് ഷെട്ടിയായിരുന്നു. 70ാമത് ദേശീയ പുരസ്കാരത്തിലെ മികച്ച നടൻ എന്ന് പറയുന്നത് കാന്താര എന്ന ചിത്രത്തിനായിരുന്നു ആ ഒരു പുരസ്കാരം ലഭിച്ചത്. അതുപോലെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 70ാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നിത്യ മേനോനും അതുപോലെ തന്നെ ആരാണ്? നിത്യ മേനോനും മാനസി പരേഗും ആണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 70ാമത്തെ ദേശീയ പുരസ്കാരമാണ്. 70ാമത്തെ ദേശീയ പുരസ്കാരത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. 71ാമത്തേതില് മികച്ച നടൻ ഷാറൂഖ് ഖാൻ, ജവാൻ മൂവി, അതുപോലെ വിക്രന്ത് മാസെ 12th ഫെയിൽ. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് റാണി മുഖർജിയാണ് മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിനായിരുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? തുറന്നിട്ട വാതിൽ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓപ്ഷൻ ബി കാലം സാക്ഷി, ഓപ്ഷൻ സി വേരുകൾ, ഓപ്ഷൻ ഡി എന്റെ കഥ. ഓപ്ഷൻ എ തുറന്നിട്ട വാതിൽ, കാലം സാക്ഷി, വേരുകൾ, എന്റെ കഥ. ഇതിൽ ഏതാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എന്ന് പറയുന്നത്? മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷിയാണ് അല്ലെ. കാലം സാക്ഷിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. തുറന്നിട്ട വാതിലുമായിട്ട് ബന്ധപ്പെട്ട് കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. പക്ഷെ അതും ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ളത് തന്നെയാണ്. പക്ഷെ അത് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയല്ല, അതൊരു ജീവചരിത്ര കുറിപ്പാണ്. അത് എഴുതിയത് ആരാണ്? PT ചാക്കോയാണ്. PT ചാക്കോ എഴുതിയ ഒരു ജീവചരിത്ര രേഖയാണ് ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ളത്.
തുറന്നിട്ട വാതിൽ എന്ന് പറയുന്നത്. തുറന്നിട്ട വാതിൽ PT ചാക്കോ എഴുതിയ ജീവചരിത്ര രേഖയാണ്, ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ളതാണ്. കാലം സാക്ഷിയാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വേരുകൾ എഴുതിയത് ആരാണ്? പറഞ്ഞേ, വേരുകൾ മലയാറ്റൂർ രാമകൃഷ്ണൻ. ആരാണ്? മലയാറ്റൂർ രാമകൃഷ്ണനാണ് വേരുകൾ എഴുതിയത്. മലയാറ്റൂർ രാമകൃഷ്ണൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കഥയും കൂടെ പറഞ്ഞേ. എൻ്റെ കഥ എഴുതിയത് ആരാണ്? മാധവിക്കുട്ടിയാണ്. ആരാണ്? മാധവിക്കുട്ടിയാണ് എൻ്റെ കഥ എഴുതിയത്. ഓക്കെ, അപ്പൊ ഇവിടെ തുറന്നിട്ട വാതിൽ എന്ന് പറയുന്നത് PT ചാക്കോ ഉമ്മൻചാണ്ടിയെ കുറിച്ച് എഴുതിയ ഒരു ജീവചരിത്ര രേഖയാണ്. ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ് എന്നാണ്. അപ്പൊ കാലം സാക്ഷിയാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? 2021 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ന്യൂസിലാൻഡ്, ഓപ്ഷൻ സി ചൈന, അതുപോലെ ഓപ്ഷൻ ഡി UAE. ഏതാണ്? 71ാമതാണ് ചോദിച്ചിരിക്കുന്നത്. മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയായിരുന്നു. 71ാമതും 72ാമതും ഇന്ത്യ തന്നെയാണ്. 71ാമത് മുംബൈയിൽ വെച്ചിട്ടായിരുന്നു, എന്നാൽ 72ാമത് എവിടെയായിരുന്നു? ഇന്ത്യയിൽ ഹൈദരാബാദിൽ വെച്ചിട്ടായിരുന്നു. 72ാമത്തെ ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ഹൈദരാബാദ് ആണ്. ആരായിരുന്നടാ മിസ് വേൾഡ്? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 72ാമത് പ്രഖ്യാപിച്ച മിസ് വേൾഡ് മത്സരത്തിലെ വിജയി എന്ന് പറയുന്നത് ആരാണ്? ഒപാൽ സുജാതയാണ് അല്ലെ. ഒപാൽ സുജാതയാണ് 2025 പ്രഖ്യാപിച്ച മിസ് വേൾഡ് മത്സരത്തിലെ വിജയ് എന്ന് പറയുന്നത് ഒപാൽ സുജാതയാണ്. ഒപാൽ സുജാത ബാങ്കോക്കുകാരിയാണ്. ഇവിടെ ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നത്. ഇന്ത്യയിൽ എവിടെയായിരുന്നു? ഹൈദരാബാദിലായിരുന്നു. ഓക്കെ, ഇനി അടുത്ത രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? പറഞ്ഞേ. ഓപ്ഷൻ എ ഹൈദരാബാദ്, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ബംഗാൾ, ഓപ്ഷൻ ഡി ബീഹാർ. നമുക്കറിയാം അല്ലേ, ഹൈദരാബാദിലാണ് ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയായിരുന്നു? പറഞ്ഞേ. ഹൈദരാബാദ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 53ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ജോഡി ഏത്? ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ. ബയോളജിയാണ് ഇവിടെ വരുന്നത്. ബയോളജിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ. അഗ്രചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഇവിടെ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ട് വരുന്നത് ഈ കോമ്പല്ലിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ശരിയായിട്ട് വരുന്ന പ്രസ്താവന ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ വേണ്ടിയിട്ടാണ് കോമ്പല്ല് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി മാത്രമാണ്. 2 മാത്രം ശരി. അടുത്ത ചോദിച്ചിരിക്കുന്നത്, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? വഴുതനയാണോ, തക്കാളിയാണോ, പയറാണോ, വെണ്ടയാണോ? ഏത് വിളയുടെ സങ്കര ഇനമാണ് ലോല? ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? പയറിന്റെയാണ് കേട്ടോ. പയറിന്റെ സങ്കര ഇനമാണ് ലോല എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത്? ഏതാണ്? സ്കർവി, അതുപോലെ ഗോയിറ്റർ, ഓപ്ഷൻ സി കണ, ഓപ്ഷൻ ഡി അനീമിയ എന്നൊക്കെ തന്നിട്ടുണ്ട്. ഏത് രോഗത്തിന്റെ അല്ലെങ്കിൽ ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത്? കണരോഗമാണ്. ഓപ്ഷൻ സി ആയിട്ടുള്ള കണരോഗമാണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന ഒരു ലക്ഷണമായിട്ട് വരുന്ന അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 56ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. കൽക്കരി പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. കൽക്കരി പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് പറയുന്നു തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. മൂന്നാമത് പറയുന്നു സൂര്യൻ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. അപ്പൊ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1ഉം 2ഉം ശരി, 2 മാത്രം ശരി, ഓപ്ഷൻ സി 3 മാത്രം ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ട് വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? തിരമാല
പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ് എന്ന് പറയുന്നത് മാത്രമേ ഇവിടെ ശരിയായിട്ട് വരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി. 2 മാത്രം ശരി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, 57ാമത്തെ ചോദ്യം. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ് എന്നാണ് ചോദിക്കുന്നത്. മുതിയം കടൽ തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി എറണാകുളം. ഏത് ജില്ലയിലാണ് മുതിയം കടൽ തീരം സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ് വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മുതിയം കടൽ തീരത്തിന്റെ പ്രത്യേകത എന്താണ്? കടലാമകളെ സംരക്ഷിച്ചു വരുന്ന ഒരു കടൽ തീരമാണ് മുതിയം കടൽ തീരം. വനം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. മലപ്പുറം ജില്ലയിലാണ് മുതിയം കടൽ തീരം വരുന്നത്. ഓക്കെ ആണല്ലോ. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ഏത് വർഷമാണ് നമ്മൾ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ട് ആചരിച്ചത്? 2023 ആയിരുന്നു. എല്ലാ വർഷത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. 2023 പ്രത്യേകത എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ടാണ് നമ്മൾ ആചരിച്ചത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ഏത് പദ്ധതിയിലൂടെയാണ് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ആർദ്രം, ഓപ്ഷൻ ബി ഗ്രാമീണം, ഓപ്ഷൻ സി ആശ്വാസകിരണം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ്ടാ? ഓപ്ഷൻ എ ആയിട്ടുള്ള ആർദ്രം പദ്ധതിയാണ് സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യമിട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് ഏതായിരുന്നു? ആർദ്രം പദ്ധതിയാണ്. ഇനി നോക്കിക്കേ, ഫിസിക്സ്, നമ്മുടെ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. ഏതൊക്കെയാണ്? വൈദ്യുതോർജ്ജം യാന്ത്രികമായി മാറുന്നു, വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു, വൈദ്യുതോർജ്ജം പ്രകാശമായി മാറുന്നു. ഇതിൽ ഏതാണ് പ്രകാശോർജ്ജമായി മാറുന്നു എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏതാണ്? മിക്സി നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കില്ലടാ മിക്സി. ആ മിക്സി ഉപയോഗിക്കുമ്പോൾ എന്താണ്, ഏത് തരത്തിലുള്ള ഊർജ്ജമാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്ന ഒരു പ്രതിഭാസമാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ മിക്സി ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മിക്സി പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇനി അടുത്ത് നോക്കിക്കേ, 61ാമത്തെ ചോദ്യം. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏത് ലെൻസ് ആണ് മൈക്രോസ്കോപ്പിലും ടെലിസ്കോപ്പിലും ക്യാമറയിലൊക്കെ ഉപയോഗിക്കുന്നത്? ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണോ, കോൺകേവ് ലെൻസ് ആണോ, അതോ സിലിണ്ട്രിക്കൽ ലെൻസ് ആണോ, ഡബിൾ കോൺകേവ് ലെൻസ് ആണോ? ഏതാണ് മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത്? കോൺവെക്സ് ലെൻസ് ആണ്. ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അടുത്ത് നോക്കിക്കേ, ഇത് നമ്മുടെ SCERT പാഠഭാഗത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇതെല്ലാം SCERT ഉള്ളത് തന്നെയാണ്. ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ചോദിക്കുന്നതൊക്കെ SCERT തന്നെയാണ്. നിങ്ങൾ അതുകൊണ്ട് കൃത്യമായിട്ട് SCERT നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വലിയൊരു പെർസെൻറ്റേജ് ഓഫ് ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ SCERT മറക്കരുത് നിങ്ങൾ. നോക്കിക്കേ, ഈ ഒരു ചോദ്യം. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ദോലന ചലനം അല്ലെങ്കിൽ ഓസിലേഷൻ ആണ് ദോലനം എന്ന് പറയുന്നത്. അത് ആ ചലനത്തിന്, ആ ഒരു മോഷന് ഉദാഹരണമല്ലാത്തത് ഏത്? ദോലന ചലനം എന്ന് പറഞ്ഞാൽ എന്താ? തുലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി രണ്ട് വശത്തേക്കും ചലിക്കുന്നതിനെയാണ് ദോലനം. ഒരു വസ്തു തുലനസ്ഥാനം അടിസ്ഥാനമാക്കി രണ്ട് വശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം അതിങ്ങനെയല്ലേ, അപ്പൊ അത് ദോലനത്തിന് ഉദാഹരണമാണ്. അതുപോലെ ഓപ്ഷൻ ഡി നോക്കിക്കേ, ഊഞ്ഞാലിന്റെ ചലനം, അതും ദോലനത്തിന് ഉദാഹരണമാണ്. ഓപ്ഷൻ സി, മീട്ടുമ്പോഴുള്ള വീണക്കമ്പിയുടെ ചലനം, അതും ദോലനത്തിന് ഉദാഹരണമാണ്. എന്നാൽ ജൈന്റ് വീലിന്റെ ചലനം ദോലനത്തിന് ഉദാഹരണമാണോ? അല്ല. ജൈന്റ് വീല് ഇങ്ങനെ കറങ്ങുവാണ്, വട്ടത്തിലാണ് അതിന്റെ ചലനം വരുന്നത് അല്ലേ, അത് ദോലന ചലനം അല്ല. അപ്പൊ ഇവിടെ തെറ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജൈന്റ് വീലിന്റെ ചലനമാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉദാഹരണം അല്ലാതെ വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? മെന്റലീവിയം, ഓപ്ഷൻ ബി ടൈറ്റാനിയം, ഓപ്ഷൻ സി റൂദർഫോർഡിയം, ഓപ്ഷൻ ഡി ക്യൂറിയം.
കെമിസ്ട്രിയിൽ നിന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ടൈറ്റാനിയം ആണ്. 64ാമത്തെ ചോദ്യം, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഐസ് ചൂടാക്കുമ്പോൾ ജലമായിട്ട് മാറുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിലോട്ട് വരിക, ഒരു ഐസ് എടുക്കുന്നു, അത് ചൂടാക്കുന്നു, അത് ജലമാകുന്നു. അപ്പോൾ വരുന്ന അനുയോജ്യമായിട്ടുള്ള പ്രക്രിയ, ഈ ഒരു പ്രക്രിയയ്ക്ക് അനുയോജ്യമായ വസ്തുതകൾ പരിഗണിക്കാനാണ് പറയുന്നത്. ഒന്നാമത്തെ നോക്കിക്കേ, കണികകളുടെ ഊർജം കൂടുന്നു. ശരിയല്ലേ? കണികകളുടെ ഊർജം കൂടുവല്ലേ ചെയ്യുന്നത്? എനർജി എവിടെ കൂടുന്നു? ഐസ് ജലമായിട്ട് മാറുവാണ്. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. അതെ, കണികകൾ അടുത്തിരുന്നതാണ് ഐസ് ആയിട്ടിരുന്ന രൂപത്തിൽ, എന്നാൽ അതിന്റെ അകലം കൂടുന്നത് ജലമായപ്പോൾ അതിന്റെ കണികകളുടെ അകലം കൂടുന്നുണ്ട്. അതും ശരിയാണ്. മൂന്നാമത് എന്താണ്? കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. അല്ലെ, ഐസ് ആയിരുന്നപ്പോൾ നല്ല ആകർഷണത്തിലായിരുന്നു, അത് ജലമായി മാറുമ്പോൾ അതിന്റെ ആകർഷണം കുറയുന്നു. അതും ശരിയാണ്. കണികകളുടെ ചലനം കുറയുന്നു. അത് ശരിയാണോ? ജലമായിട്ട് മാറുമ്പോൾ കണികകളുടെ ചലനം കൂടുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെ വരുമ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ 64ാമത്തെ ചോദ്യത്തിൽ 1, 2, 3 ശരി എന്ന് വരുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ സി ആണ് 1, 2, 3 ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ GT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി കൊറിയ, ഓപ്ഷൻ ഡി റഷ്യ. സോറി, GT അല്ല, JT60SA. JT60SA ആണ്. JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ആ ജയിൽ തന്നെ ഉണ്ട്. ഓപ്ഷൻ ബി ജപ്പാൻ. ഓപ്ഷൻ ബി ജപ്പാനിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ജപ്പാൻ. ഓക്കെ, അങ്ങനെ ഓർക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. ഓപ്ഷൻ ബി ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. ഓപ്ഷൻ സി താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻ ഡി വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏതിന്റെ? ദൂരദർശിനിയായിട്ടുള്ള ജെയിംസ് വെബിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓപ്ഷൻ എ ക്ഷയം, ഓപ്ഷൻ ബി ചിക്കൻ പോക്സ്, ഓപ്ഷൻ സി എലിപ്പനി, ഓപ്ഷൻ ഡി ഡിഫ്തീരിയ. അപ്പൊ ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? എങ്ങനെ കണ്ടെത്താൻ നമുക്ക്? ക്ഷയം ഒരു ബാക്ടീരിയൽ രോഗമാണ് അല്ലെ. ചിക്കൻ പോക്സ് ആണെങ്കിലോ ഒരു വൈറസ് രോഗമാണ്. എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ്. ഡിഫ്തീരിയയും ബാക്ടീരിയൽ രോഗമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ചിക്കൻ പോക്സ് ആണ്. കാരണം അതൊരു വൈറസ് രോഗമാണ്. അടുത്ത 68ാമത്തെ ചോദ്യം നോക്കിക്കേ. നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ്? ഏതാണ് നിപ്പ വൈറസിന്റെ വാഹക ജീവി? നമുക്കറിയാം വവ്വാലാണെന്നല്ലേ. ഓപ്ഷൻ എ വവ്വാലാണ് നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥ ഏതാണ്? ഏത് രോഗാവസ്ഥയാണ്? ഏത് രോഗാവസ്ഥയാണ് പറഞ്ഞേ? ഇൻസുലിന്റെ ഉൽപാദനം, ഒന്നുകിൽ ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലം അല്ലെങ്കിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, അക്രോമെഗലി, ഡയബറ്റീസ് മെലിറ്റസ്, വാമനത്വം. ഇതിലേതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഡയബറ്റീസ് മെലിറ്റസ് ആണ്. ഡയബറ്റീസ് മെലിറ്റസ് ആണ് ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ അല്ലെങ്കിൽ ഉൽപ്പാദിച്ച ഇൻസുലിൻ തന്നെ പ്രവർത്തിക്കാത്തത് മൂലമോ ഒക്കെ ഉണ്ടാകുന്ന ഒരു രോഗം എന്ന് പറയുന്നത് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏത്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? മഗ്നീഷ്യം, കാൽസ്യം, ഇരുമ്പ്, കാർബൺ. ഇതിലേതാണ്? ഏത് മൂലകമാണ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നത്? ഏതാണടാ? ഇരുമ്പാണ് കേട്ടോ. ഇരുമ്പാണ് രക്തത്തിലെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം എന്ന് പറയുന്നത് ഇരുമ്പാണ്.
അടുത്ത ചോദ്യം നോക്കാം. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? സ്ഫിഗ്മോമാനോമീറ്റർ, തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, ലാക്ടോമീറ്റർ. ഇതിലേതാണ്? അറിയാം നിങ്ങൾക്ക്. സ്ഫിഗ്മോമാനോമീറ്റർ ആണ് നമ്മുടെ ഏതാണ് രക്തസമ്മർദ്ദം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? അതായത് നമ്മുടെ രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു അവസ്ഥ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അതിറോസ്ക്ലീറോസിസ്, ഓപ്ഷൻ ബി പക്ഷാഘാതം, ഓപ്ഷൻ സി ഹൃദയാഘാതം, ഓപ്ഷൻ ഡി പ്രമേഹം. ഇതെല്ലാം ഈ പറയുന്നവയെല്ലാം, അതായത് അതിറോസ്ക്ലീറോസിസ് ആണെങ്കിലും പക്ഷാഘാതമാണെങ്കിലും ഹൃദയാഘാതമാണെങ്കിലും രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമാണ്. എന്നാൽ രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. അത് കൊഴുപ്പിന്റെ കാരണം കൊണ്ടൊന്നുമല്ല പ്രമേഹം ഉണ്ടാവുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് നമുക്കിവിടെ എടുക്കാൻ പറ്റുന്ന ഉത്തരം എന്ന് പറയുന്നത്? പ്രമേഹമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ ന്യൂട്രോഫിൽ, ഓപ്ഷൻ ബി മോണോസൈറ്റ്, ഓപ്ഷൻ സി ലിംഫോസൈറ്റ്, ഓപ്ഷൻ ഡി ബേസോഫിൽ. ഏതാണ്? പറഞ്ഞേ, ഏത് കോശങ്ങളെയാണ്, ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റ് ആണ്. നമ്മുടെ പ്രതിരോധ ശേഷിയെല്ലാം അപ്പം തന്നെ നഷ്ടപ്പെടുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ലിംഫോസൈറ്റ് എന്ന രക്തകോശത്തെ HIV വൈറസ് ബാധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്? ലിംഫോസൈറ്റ് ആണ്. അടുത്ത നോക്കിക്കേ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? എല്ലാ ചോദ്യ പേപ്പറിലും കാണും ഈ ഒരു പദ്ധതി. സർക്കാരിന്റെ സ്കീംസ് ഉറപ്പായിട്ടും എല്ലാ ചോദ്യ പേപ്പറിലും കാണുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ഏതാണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് വിഫ്സ്, ഹോപ്പ്, നോട്ട്, റിച്ച്. ഇതിലേതാണ്? പറഞ്ഞേ. ഓപ്ഷൻ എ ആയിട്ടുള്ള വിഫ്സ് ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. വിപ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് നെയിം ആണ്. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഇതിന്റെ പേരെന്ന് പറയുന്നത് വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എന്നതാണ് ഈ ഒരു വിപ്സിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത്. ഓക്കെ, വിപ്സിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത് എന്താണ്? വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് സപ്ലിമെന്റേഷൻ. വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എന്നതാണ് വിപ്സിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കുക. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ രോഗമിത്ര, ഓപ്ഷൻ ബി സഹേലി, ഓപ്ഷൻ സി സ്പർശ്, ഓപ്ഷൻ ഡി ബാലമിത്ര. ഏതാണടാ? കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. ബാലമിത്ര പദ്ധതി. ഓർക്കുക, ഇനിയും ചോദിക്കാം. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണിത്. അടുത്ത നോക്കുകയെ. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരാത്തത് എന്നാണ് ചോദിക്കുന്നത്. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, ഓപ്ഷൻ സി കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ, അതുപോലെ ഓപ്ഷൻ ഡി സിറിഞ്ച് എന്നിവയിലൂടെ. നമുക്കറിയാം ലൈംഗിക ബന്ധത്തിലൂടെ എയ്ഡ്സ് രോഗം പകരും, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും പകരാം, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ പകരുന്നതല്ല എയ്ഡ്സ് രോഗം, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെയും പകരും. അപ്പോൾ ഏതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല. അടുത്തതിലോട്ട് പോയാലോ? 77ാമത്തെ ചോദ്യം. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ഇതും ഒരു കറണ്ട് അഫയേഴ്സ് ആയിരുന്നു കേട്ടോ. ഇതാണ് സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഗീതിക കൗൾ, ഓപ്ഷൻ ബി ശ്രീജ രാജ്, ഓപ്ഷൻ സി ക്യാപ്റ്റൻ ആലിസ് ഖർ, ഓപ്ഷൻ ഡി വിനയ സിംഗ്. ഇതിൽ ആരാണടാ ഏറ്റവും ആദ്യമായിട്ട് തന്നെ നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ? എവിടെയാണ്? സിയാച്ചിനിൽ. ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗളാണ്. ക്യാപ്റ്റൻ ഗീതിക കൗളാണ് സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ. അടുത്ത ചോദ്യം നോക്കിക്കേ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി ലഭിച്ച നഗരം ഏതാണ്?
ഡൽഹി ആണോ, കൊൽക്കത്തയാണോ, കൊച്ചിയാണോ, അതോ ചെന്നൈ ആണോ? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നൽകിയ റിപ്പോർട്ടാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യൻ നഗരം എന്ന ബഹുമതി ലഭിച്ചത് ഏത് നഗരത്തിനാണ്? കൊൽക്കത്ത. ഏതാണടാ? കൊൽക്കത്ത നഗരത്തിനാണ് ഏറ്റവും സുരക്ഷിതമായ ബഹുമതി എന്ന് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ നൽകിയ റിപ്പോർട്ട് പ്രകാരം ആ ഒരു പദവി ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കിക്കേ. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. കോഴിക്കോട്, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി ഓടക്കാലി, ഓപ്ഷൻ ഡി തുടങ്ങനാട്. ഇടുക്കിയിലെ തുടങ്ങനാടാണ് സ്പൈസസ് പാർക്ക്, അതായത് നമ്മുടെ കേരള സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് ഇടുക്കിയിലെ തുടങ്ങനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 18%, 8%, 28%, 38%. എത്രയാണ് ഓൺലൈൻ ഗെയിമുകൾക്ക് നമ്മുടെ സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എന്ന് പറയുന്നത്? 28%. 28% നമ്മുടെ കേരള സർക്കാർ ഏതിന്? ഓൺലൈൻ ഗെയിമുകൾക്ക് നൽകിയിരിക്കുന്ന നികുതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മാത്രമേ നമ്മൾ ഇന്നത്തെ PYQ സീരീസിൽ നോക്കിയുള്ളൂ. 80 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? വർക്കൗട്ട് ചെയ്തത്. ഈ 80 ചോദ്യങ്ങളിൽ നിന്നും ഉറപ്പായിട്ടും വരുന്ന പരീക്ഷയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് നേടാനുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം റിപ്പീറ്റഡ് ആണ് PSC ചോദിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ PYQ സീരീസ് ഇനിയും വരുന്നുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു തന്നെ മുന്നേറുക. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. കൃത്യമായിട്ട് അതുപോലെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഒരു കണ്ടന്റ് പോലും മിസ്സാവാതെ നിങ്ങളിലേക്ക് എത്തും. PSCയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫാക്ട്സും നമ്മുടെ ചാനൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ മറക്കാതെ തന്നെ ഈ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു PYQ സീരീസിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൂടി വർക്കൗട്ട് ചെയ്ത് പഠനം മികച്ച രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.